നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ്റെ പ്രചരണങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ഏപ്രിൽ 9 കേരളത്തിൽ തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ടി വിയൊക്കെ തുറന്ന വരുന്നത് ഇലക്ഷൻ്റെ പരസ്യങ്ങളാണ്. 3 മുന്നണികളുടെ പരസ്യങ്ങളാണ്. അപ്പം നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഒരിക്കലും ഈ PR ഏജൻസികളുടെ നിർദ്ദേശത്തിലല്ല. പകരം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നല്ലതും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ചീത്തതും ഉണ്ടായിട്ടുണ്ട്. വികസനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഒരിക്കലും PR പറയുന്നത് കേട്ട് നമ്മൾ ഒരിക്കലും വോട്ട് ചെയ്യരുത്. പകരം നമുക്ക് ശരിയെന്ന് തോന്നുന്നു അത് വേണം ചെയ്യാൻ. കാരണം നമുക്ക് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. ഇപ്പോൾ ഈ പോകുന്ന ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ 3 മുന്നണികളും നൽകും. അതിൽ ചിലത് പാലിക്കും, ചിലത് നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പം നമ്മൾ വളരെ ശ്രദ്ധയോട് മാത്രം വോട്ട് ചെയ്യുക. നല്ലതാരാ ചീത്ത ആരാന്ന് നമുക്കറിയാം. ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, നല്ലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് കുഴപ്പങ്ങളാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ കേരളം വിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ റോഡുകളുടെ പ്രശ്നം, ഒരു സമയത്തൊക്കെ റോഡുകളുടെയൊക്കെ പ്രശ്നം ഭയങ്കര കുഴപ്പമായിരുന്നു. റോഡുകളുടെ കുഴിയും അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഇപ്പം ആരോഗ്യ മേഖലയിലെ പല പ്രശ്നങ്ങളും ജനങ്ങൾ അറിയാൻ തുടങ്ങുന്നു. ഇപ്പോൾ തന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പിഴവ്, അതൊക്കെ ഇപ്പോൾ ജനങ്ങൾ ഭയങ്കര രീതിയിൽ വിലയിരുത്തുകയാണ്. അപ്പോൾ ഇതുപോലെ ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. അപ്പം ആരാണ് നല്ലത്, ആരാണ് വേണ്ടാത്തത് നോക്കി നമ്മൾ വോട്ട് ചെയ്യുക. നല്ല ആളുകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ വികസനം, അതിൻ്റെ കാര്യം മാത്രമേ നമ്മൾ എപ്പോഴും നോക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. ഒരിക്കലും പാർട്ടി അല്ലാതെ ആ വ്യക്തിയുടെ നല്ല പ്രവർത്തനത്തിനെ നോക്കി നമ്മൾ ജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കേരളത്തെ നമ്മൾ എന്താ പറയുക, വികസനത്തിൻ്റെ ഇന്ത്യയിൽ ഏറ്റവും നല്ല വികസനമുള്ള ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണെന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ അതുപോലുള്ള മാറ്റങ്ങളും എല്ലാം കേരളത്തിലുണ്ടാകട്ടെ. ഇനി വരുന്നവർക്കെങ്കിലും നമ്മുടെ കേരളത്തിൽ സ്വന്തം നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയട്ടെ എന്നൊക്കെയുള്ള ആശംസിച്ച്, അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക. 3 മുന്നണികളും ഒരുപാട് ഗ്യാരണ്ടികളും ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ആരാണ് ശരിയെന്ന് നോക്കിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരളത്തെ വികസനത്തിൽ 1-ാം സ്ഥാനത്ത് കൊണ്ടുവരിക. ഇന്ത്യയിലെ വികസനമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ കേരളമാണ് ഒന്നാമതെന്ന് പറയാവുന്ന രീതി നമ്മുടെ കേരളത്തെ കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്ന് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കണം. ബൈ.